എന്റെ ഭഗവതി കഴിഞ്ഞു. എനിക്കിനിയും വേണം. യോ ചപ്പാത്തി എങ്ങനാണെങ്കിലും വയറ് തന്റെ ആ മനുഷ്യ, അത് ഓർമ്മ വേണം. എനിക്കിനിയും വേണം. എനിക്കിനിയും വേണം. കൊണ്ടുവരാം. ഇയാളെ പൊടിപ്പിച്ചേ അടങ്ങും. ആ തീറ്റി പണ്ടാരത്തിന് ഇനിയും വേണോന്ന് ചുട്ടു വെച്ചിരിക്കേ, കൊണ്ടുപോട്. അതിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ മാസത്തെ നമ്മുടെ അടുക്കള ബഡ്ജറ്റ് കമ്മിയാവും പറഞ്ഞേക്കാം. ചപ്പാത്തി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് വരാം. ചിലപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ? ഒരു മിനിമം വോളിയത്ത് വിടു മനുഷ്യ, നാട്ടുകാര് കേക്കും. ചപ്പാത്തി ഉണ്ടോന്നില്ലേ? ഇക്രു, ഇക്രു, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രുവിന് ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം. തരുവോ? ഇക്രുവിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛൻ. ഫസ്റ്റ് പേര് കൊച്ചച്ഛൻ എന്ന് പറയാത്ത ഭാഗ്യം. കൊച്ചച്ഛൻ സ്വർഗത്തിൽ പോയി എന്ന് അച്ഛൻ പറഞ്ഞ. തട്ടി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളേ. ഇതല്ലേ സാധനം. ഞാൻ ചോദിച്ചോണ്ടിരിക്കും. അയ്യയ്യേ, ചീത്ത കുട്ടിയാവല്ലേ ഇങ്ങനെ. ഇക്രു, ഇക്രുവിന്റെ അമ്മയുടെ പേരെന്താ? മമ്മി. ഇക്രുവിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ആന്റി കണ്ടിട്ടുണ്ടോ? ആന്റി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ. ഈ ആന്റിയെ പോലെ തന്നെ ലവ്ലി, ഭയങ്കര കൊരങ്ങി. തന്റെ എന്റെ കട്ടറെടുത്തിട്ട് തന്നില്ല. അതൊക്കെ പോട്ടെ, ഇക്രു എന്തിനാ ഇങ്ങോട്ട് വന്നേ? നഴ്സറി വരുന്ന എന്തിനാ? പഠിക്കാൻ. അയ്യേ, ടീച്ചർ ആന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ. നഴ്സറി ആണെന്ന് എഴുതി മുതുക്കൻ ഇവിടെ പഠിച്ചു കഴിയാന്നായിരിക്കും. എന്തിനാ കരയുന്നേ? மைதிலி, பப்பா சாமி வர டைம் ஆச்சு, நான் கொஞ்சம் தண்ணி பிடிச்சிக்கிட்டுமா? അടുത്താത്ത് അമ്പൂജത്തെ പാട്ടേല. വന്ന് കിടന്നു. അയ്യോ, ഏതാണ്ട് ഉള്ളടത്ത് ജനിച്ചതാ. എന്നാ ഈ സപ്രപഞ്ചത്തിലോട്ട് ചാച്ചോ. ഇനി എടുത്തു കിടത്തണോ? ഇനി എന്താ വേണം? യേശുദാസ് വേണോ, ഇളയരാജ വേണോ? അയ്യോടാ കൊച്ചു വാവ, കിടന്ന് ചിണുങ്ങാതെ അവിടെ കാനും പണ്ടാരോ അടങ്ങ്. ആ നശൂല ഉറങ്ങുന്നില്ല. പാടിയാലേ ഉറങ്ങത്തുള്ളൂ. ദാ അവിടെ കിടന്ന് കീറ്റല്ല. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തില്ലേ? ഒരെണ്ണം മുഴുവനും കൊടുത്താ ചത്തു ഒന്ന് മേടിച്ച് പാതിയെ കൊടുത്തുള്ളൂ. അതുപോലും ഇപ്പൊ പോരാന്ന്. എന്നാ ഒരു 4-5 എണ്ണം ഒന്നിച്ചു കൊടുത്തൂടെ? വലിയ വിലയൊന്നും ഇല്ലല്ലോ. മണ്ടത്തരം പറയല്ലേ സൂപ്രണ്ടെ. ചത്തെങ്ങാനും പോയാൽ നമ്മൾ എല്ലാരും തൂങ്ങും എന്ന് പറഞ്ഞാ ശരിക്കും ഉറങ്ങിയാലേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കൂ. ആരാവത് പോയിന്ന് പാടി ഉറക്ക്. മടത്തിൽ നിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേട്ടാ പിന്നെ നാട്ടുകാരെന്തൊക്കെയാ പറഞ്ഞു വരുത്തുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോയി കാറിന്റെ കീ എടുത്തോണ്ട് വരാം. എന്നാ ഞാൻ പോയി സ്ട്രീറ്റിൽ പൊസിഷൻ നോക്കിട്ട് വരാം. ഞാനും വരാം. അയ്യോ, ഞാൻ എല്ലാരും അങ്ങനെ അങ്ങ് പോയാലോ? പൊന്നമ്മ, നീയാവത് പോയിന്ന് പാടി ഉറക്ക്. ഇന്നേക്ക് മറ്റെന്തായാലും ഈ ശല്യം. അയ്യോ, സൂപ്രണ്ട് ഞാൻ പാടാം. അവൻ പേടിച്ചുറങ്ങുകയും ചെയ്യും. പക്ഷെ നാട്ടുകാരുണരും നമ്മുടെ പദ്ധതിയും പുളി. ഒന്നുമില്ലെങ്കിലും ചെറുപ്പത്തിൽ സൂപ്രണ്ട് കുറെ സംഗീതമൊക്കെ പഠിച്ചതല്ലേ. ഇങ്ങനെങ്കിലും അതിനൊരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ വരാം. എനിക്ക് വയ്യ. തിങ്കൾ കീടാവോ നല്ല കോമള താമര പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണേന്ദു തൻ്റെ നീലാവോ, പുത്തൻ പാവീഴക്കോടിയോ, ശോന്യൻ ശോന്യൻ
ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ മാര്യമ്മ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ ഓമന തിങ്കൾ കിടാവോ ഒരു കോമള താമരപ്പൂ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ തൂക്കിയാച്ചാ ഇട്ടേരെന്ന് അയ്യോ തല നേരെ വെച്ചോട്ടെ അമ്മച്ചി പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നോടാ उल्लू का पट्टे भाई आपका भाई माफ करना बहन मैं मदद करूंगा नहीं नहीं വീട്ടിലേക്ക് കൊണ്ടുപോവാം ये मेरा ड्यूटी है चलो पकड़ लो अब मदद करके ले जाता है अब लेके जाएगा चलो चलो നടക്ക് भाई